Hello dear children, very good morning to all of you and welcome back to our maths class. Today we are going to learn addition of tens and ones. Okay, ടെൻസിൻ്റെയും വൺസിൻ്റെയും അഡീഷനാണ് നമ്മൾ കുറച്ച് പഠിച്ചിരുന്നു. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പഠിക്കാൻ പോവുകയാണ്, ടെൻസിൻ്റെയും വൺസിൻ്റെയും അഡീഷൻ. ഓക്കെ, ലെറ്റ്സ് ലുക്ക്. ദ ഫസ്റ്റ് വൺ, 2 tens plus 3 ones. That is 2 tens. 2 tens എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 tens means 10 plus 10, that is 20. And 3 ones, that is 3. So we have to add 2 tens plus 3 ones. നമുക്ക് 2 tensനെ 3 onesുമായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. 2 tens means 20. That is 2 tens എന്ന് പറഞ്ഞാൽ 2 tens. That is 10 plus 10, 20. And we have to add 20 with 3. 3 ones means 3 itself. Okay, let's add it in vertical addition. Vertical addition വെച്ച് നമുക്കിത് ആഡ് ചെയ്ത് നോക്കാം. അങ്ങനെ എഴുതുമ്പോൾ 20 plus 3. എങ്ങനെയാണ് 20 plus 3? നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത്? First we have to find out the numbers in the ones position. നമ്മൾ ആദ്യം വൺസിൻ്റെ പൊസിഷനുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. വി ഹാവ് ഹിയർ 0 and 3. ഇവിടെ നമുക്ക് 3യും 0യും ആണ്, 0യും 3യും ആണുള്ളത്. ഏത് നമ്പറിൻ്റെ കൂടി 0 ആഡ് ചെയ്താലും നമുക്ക് എത്രയാണ് കിട്ടുക? ദ സെയിം നമ്പർ ഇറ്റ്സെൽഫ്. നമുക്ക് സെയിം നമ്പർ തന്നെയായിരിക്കും കിട്ടുക. നമുക്കറിയാം അത്. ഏത് നമ്പറിൻ്റെ കൂടി 0 ആഡ് ചെയ്താലും വി ഗെറ്റ് ദി സെയിം നമ്പർ. സോ വി ഹാവ് ടു ആഡ് 0 വിത്ത് 3. 0യുടെ കൂടി 3 ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 3 itself. ഓക്കെ, അപ്പോൾ നമ്മൾ വൺസിൻ്റെ പൊസിഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു മൂവ് ടു പൊസിഷൻ ഓഫ് ടെൻസ്. ഇതാണ് ടെൻസിൻ്റെ പൊസിഷൻ, ഇത് വൺസിൻ്റെ. ആൻഡ് ഇൻ ദ ടെൻസ് പൊസിഷൻ വി ഹാവ് ഓൺലി 1 നമ്പർ അല്ലേ. ടെൻസ് പൊസിഷനിൽ 2 മാത്രമേ നമുക്കുള്ളൂ. ഹിയർ ഇസ് നത്തിങ് വി ഹാവ് ഹിയർ. സോ ഇവിടെ നമുക്ക് ഒന്നും തന്നെ ഇല്ല. സോ ഹിയർ 0 എന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ എന്താണ്? ഓൺലി 1 നമ്പർ. നമുക്ക് 2 മാത്രമേ ഉള്ളൂ. സോ ഹിയർ ഈസ് 0. ഇവിടെ ഒന്നുമില്ല, 0. ദാറ്റ് ഈസ് 2 plus 0. അല്ലെങ്കിൽ 2ൻ്റെ കൂടി 0 ആഡ് ചെയ്താൽ എത്രയാണ്? നമ്മൾ പറഞ്ഞു ഏത് നമ്പറിൻ്റെ കൂടി 0 ആഡ് ചെയ്താലും വി ഗെറ്റ് ദി സെയിം നമ്പർ ഇറ്റ്സെൽഫ്. സോ 2 will be the answer. Okay, so we get 20 plus 3 is equal to 23. Understand? നമ്മൾ ഫസ്റ്റ് we add the position of ones, the numbers in the position of ones, then numbers in the position of tens. വൺസിൻ്റെ പൊസിഷനിൽ 2 നമ്പർ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് 0 and 3. ടെൻസിൻ്റെ പൊസിഷനിൽ ഒരു നമ്പറേ ഉള്ളൂ. ആൻഡ് ഹിയർ ഈസ് നത്തിങ്. ഇവിടെ ഒരു നമ്പേഴ്സും ഇല്ല, അതായത് ഇവിടെ 0 ആണ്. ദാറ്റ് ഈസ് 2 plus 0 is equal to 2. So we get 23. Moving to the next one, നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 4 tens plus 2 ones. 4 tens plus 2 ones. 4 tens എന്ന് പറഞ്ഞാൽ എന്താ? 4 10കൾ, അതായത് 10 plus 10 plus 10 plus 10. 10നെ 4 തവണ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 40. ദാറ്റ് ഈസ് 4 tens is equal to 40. So we have to add 40 with 2 ones, that is 2. അതായത് 40യെ 2 ആയിട്ടാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്കിത് വെർട്ടിക്കൽ അഡിഷൻ വെച്ച് ചെയ്യാം. ദാറ്റ് ഈസ് 40 plus 2. ഫസ്റ്റ് നമുക്ക് വൺസിൻ്റെ പൊസിഷൻ നോക്കുക. വി ഹാവ് 0 and 2. 0 plus 2 is equal to 2 itself. And next, ടെൻസിൻ്റെ പൊസിഷൻ, there is only one number, that is 4. ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, 4 മാത്രമേ ഉള്ളൂ. ആൻഡ് ഹിയർ നത്തിങ്. സോ 0. അവിടെ നമ്മൾ 0 എന്ന് വിചാരിക്കുക. 4 plus 0 is equal to 4. That is, we get 42. 40 plus 2 is equal to 42. Understand? Okay children, next let's look. Split into tens and ones. ഇനി നമ്പേഴ്സിനെ എങ്ങനെ ടെൻസ് എന്നും വൺസ് എന്നും സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം.
Okay, let's look the first number 12. 12നെ നമുക്ക് വൺസിനും ടെൻസിനും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം. വൺസിൻ്റെ പൊസിഷനിൽ ഇവിടെ നോക്കി, ഹിയർ ഹാവിങ് 2, ടെൻസിൻ്റെ പൊസിഷനിൽ 1. ദാറ്റ് ഈസ് വൺസ് എന്ന് പറയുമ്പോൾ 2 ones. ഇവിടെ 12ൽ 2 onesഉം 1 ടെൻസിൻ്റെ ഇവിടെ 1 ആണ്. സോ 110 ആണുള്ളത്. 110 എന്ന് പറഞ്ഞാൽ 10 itself. ഓക്കെ, അതുകൊണ്ട് ടെൻസിൻ്റെ അവിടെ എത്രയാണ്? 10 എന്നും 2 എന്നും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. ദാറ്റ് ഈസ് 110 ആൻഡ് 2 ones. 110 എന്ന് പറഞ്ഞാൽ 10 itself, 2 ones എന്ന് പറഞ്ഞാൽ 2 itself. സോ 12നെ നമുക്ക് 10 എന്നും 2 എന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. 10 plus 2 is equal to 12. Okay. Next one, 19. Here ones in the position 9 ആണ്. So 9 ones. 9 ones. Tens in the position 1. Tens in the position 1 ആണ്. So 1 tens. 1 tens ആണുള്ളത്. 1 10 എന്ന് പറഞ്ഞാൽ 10 itself. ഒരു 10 ആണുള്ളത്, അതായത് 10 itself അല്ലേ? ടെൻസിൻ്റെ അവിടെ 1 ആണ്, ഒരു 10 ഒക്കെ ഉള്ളൂ. ദാറ്റ് ഈസ് 10. വൺസിൻ്റെ അവിടെ 9 ആയിരുന്നു. ദാറ്റ് ഈസ് 9 itself. ദാറ്റ് ഈസ് 19നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെഴുതാം? 110 അതായത് 10 എന്നും 9 ones അതായത് 9 എന്നും സ്പ്ലിറ്റ് ചെയ്തെഴുതാം. ദാറ്റ് ഈസ് 10 plus 9 is equal to 19. Okay. Next, let's look addition of tens to 10 and ones to 1. അതായത് നമുക്ക് ടെൻസിൻ്റെയും വൺസിൻ്റെയും അഡീഷൻ വെർട്ടിക്കലി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ്സ് ലുക്ക് വൺ എക്സാമ്പിൾ. 34 plus 22, that is, you can see 4 and 2 are there in the position of ones. Ones in the position കാണുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4 and 2. നമുക്ക് 34നെയും 22നെയും ആണ് ആഡ് ചെയ്യേണ്ടത്. ആൻഡ് ദ വൺസ് പൊസിഷൻ വി ഹാവ് 4 and 2. വൺസിൻ്റെ പൊസിഷനിൽ നമുക്ക് 4ഉം 2ഉം ആണുള്ളത്. ആൻഡ് ഇൻ ടെൻസ് പൊസിഷൻ വി ഹാവ് 3 and 2. അപ്പോൾ ടെൻസിൻ്റെ പൊസിഷനിൽ 3ഉം 2ഉം ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനെയായിരുന്നു അഡീഷൻ ചെയ്തിരുന്നത്? 2 ഡിജിറ്റ് നമ്പേഴ്സിൽ നമ്മൾ എങ്ങനെ അഡീഷൻ ചെയ്യുന്നത്? ആദ്യം നമ്മൾ വൺസിൻ്റെ പൊസിഷനിലുള്ള നമ്പേഴ്സിനെ, അതായത് 4നെയും 2നെയും കൂടി നമ്മൾ ആഡ് ചെയ്തെഴുതും. ദെൻ ടെൻസിൻ്റെ പൊസിഷനിലുള്ള നമ്പേഴ്സ്, അതായത് ഇവിടെ 3ഉം 2ഉം ആണ്, 3യെയും 2നെയും കൂടി ആഡ് ചെയ്തെഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺസിൻ്റെ പൊസിഷനിലുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 4 and 2. അപ്പോൾ വൺസിൻ്റെ പൊസിഷനിലുള്ള 4നെയും 2നെയും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 4 plus 2 is equal to 5 and 6. 4, 5 and 6. അപ്പോൾ 4 plus 2 is equal to 6. And in tens position we have 3 and 2. ടെൻസിൻ്റെ പൊസിഷനിൽ 3ഉം 2ഉം ആണ്. So we have to add 3 plus 2. 3 plus 2 is equal to 3, 4 and 5. 3 plus 2 is equal to 5. So 5. So we get 56. Understand? നമ്മൾ എന്താണ് ടെൻസ് ടു ടെൻസും വൺസ് ടു വൺസും ടെൻസിനെ 10നെ തമ്മിൽ ആഡ് ചെയ്തു, ടെൻസിൻ്റെ പൊസിഷനിലുള്ള നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്തു, വൺസിൻ്റെ പൊസിഷനിലുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്തു. നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ആദ്യം വൺസിൻ്റെ പൊസിഷനിലുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്ത് എഴുതി, ദെൻ ടെൻസിൻ്റെ പൊസിഷൻ. വി ഗെറ്റ് 56. 34 plus 22 is equal to 56. Let's look one more example. We have 49 plus 30. Let's add 49 with 30. 49നെ 30ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. Here we have, let's look ones position. ആദ്യം നമ്മൾ നോക്കേണ്ടത് വൺസിൻ്റെ പൊസിഷനാണ്. വൺസിൻ്റെ പൊസിഷനിൽ നോക്കിക്കാൻ നിങ്ങൾക്ക് കാണാം, വി ഹാവ് 9 and 0. നമുക്ക് 9ഉം 0യാണ് വൺസിൻ്റെ പൊസിഷനിൽ. സോ വി ഹാവ് ടു ആഡ് 9 and 0. ദാറ്റ് ഈസ് 9 plus 0
ഏത് നമ്പറിൻ്റെ കൂടിയും 0 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നതെന്ന് അറിയാം. ഏതാണ്? ദാറ്റ് ഈസ് ദ സെയിം നമ്പർ. ഏത് നമ്പറിൻ്റെ കൂടി 0 ആഡ് ചെയ്താലും ആ സെയിം നമ്പർ തന്നെയായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. 9 + 0 is equal to 9 itself. Okay, moving to the next, that is tens position. അടുത്ത നമ്മൾ ടെൻസിൻ്റെ പൊസിഷൻ ആണ് നോക്കുന്നത്. We have here 4 and 3. ടെൻസിൻ്റെ പൊസിഷനിൽ നമ്മുടെ നമ്പേഴ്സ് 4ഉം 3ഉം ആണ്. So we have to add 4 + 3. 4 + 3 is equal to 7. 4ൻ്റെ കൂടി 3 ആഡ് ചെയ്യുമ്പോൾ we get 4, 5, 6, 7. So 4 + 3 is equal to 7. So we get 79. 49 + 30 is equal to 79. Understand? അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യുന്നത്? ടെൻസിനെയും വൺസിനെയും തമ്മിൽ ആദ്യം ആഡ് ചെയ്യണം. ആദ്യം നമ്മൾ വൺസിൻ്റെ പൊസിഷൻ നോക്കുക, അത് ആഡ് ചെയ്ത് എഴുതുക. ദെൻ ടെൻസിൻ്റെ പൊസിഷൻ നോക്കുക, ആ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. അങ്ങനെ നമുക്ക് we get the answer. Understand?